ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഷെഫുള്ള സ്പെഷ്യൽ ഇടിയപ്പവും പഴം പൊതിപ്പിച്ചതുമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണ്. ഇടിയപ്പം നല്ല മാർദ്ദവമായിട്ടുള്ള ഇടിയപ്പമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ സീക്രട്ടോട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചാണല്ലോ നമ്മൾ മാവ് കുഴയ്ക്കാറ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പാലൊഴിച്ചൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ നല്ല മാർദ്ദവമായിട്ടുള്ള ഇടിയപ്പം എത്ര നേരം നമ്മളിത് പുറത്ത് വെച്ചാലും അങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ റോസ്റ്റഡ് ആയിട്ടുള്ള റൈസ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഓരോ അരിപ്പൊടിയും റോസ്റ്റ് ചെയ്യുന്ന അളവനുസരിച്ചായിരിക്കും ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് പാൽ എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് ചിലപ്പം ഇതിലും അളവിൽ കുറവായിരിക്കും, ചിലപ്പം കൂടുതലായിരിക്കും ആവശ്യം ഉള്ളത്. അപ്പോൾ കൂടുതലായി പോയാൽ കുറച്ചുകൂടെ നേരം ഇളക്കി ആ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ തന്നെ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നല്ല സോഫ്റ്റുമാണ്, നല്ല മിനുസമാണ്, നല്ല ഒരു മാർദ്ദവും കിട്ടുന്നുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെ ഒരു ഷൈനിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് പാലിന് പകരം കോക്കനട്ട് മിൽക്കും ഉപയോഗിച്ചും തയ്യാറാക്കാം. കുറച്ച് കോക്കനട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരിച്ച് എടുത്താൽ മതി. നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ഓയിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പം മേക്കറിലും നമ്മൾ ഓയിൽ ചെയ്തിട്ട് നമ്മൾ മാവ് ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാവ് റോൾ ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇടിയപ്പം ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഇടിയപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഓരോ ഇഡ്ഡലി തട്ടിലും ഇങ്ങനെ കോക്കനട്ട് അടിയിൽ ഇട്ട് കൊടുത്തിട്ടാണ് അതിന് മുകളിലാണ് നമ്മളിപ്പോൾ ഇടിയപ്പത്തിന് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്, കറക്കി നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഇടിയപ്പം മേക്കറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. നമ്മളിത് കറക്കി എടുക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ വേദനിക്കുകയും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ കറക്കി കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ കാണാം ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ ഈസിയാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ 1 തട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ മുകളിൽ ഇങ്ങനെ തട്ട് വയ്ക്കുകയാണെങ്കിൽ എൻ്റെ ഷേപ്പ് മാറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഇങ്ങനെ കയ്യിലില്ലാത്തവർക്ക് ഇതേപോലെ പ്ലേറ്റിലെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീശപ്പം ഇതേ രീതിയിൽ വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീശപ്പം ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്കിപ്പോൾ ഒരു 7 മിനിറ്റൊക്കെയാണ് ഇത് വേവാൻ എടുക്കുന്ന സമയം. ഇപ്പോൾ ഇത് 7 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ഡിഷും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല മാർദ്ദവമുള്ള ഇടിയപ്പം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെഫുള്ള സ്പെഷ്യൽ നമ്മുടെ പഴം പൊതിപ്പിച്ചതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. 2 ഏത്തപ്പഴം ഞാൻ അരിഞ്ഞ് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചക്കപ്പഴവും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചക്കപ്പഴവും ഒന്ന് ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. നമ്മളത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള 1 കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി കൊടുത്തിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചക്കപ്പഴമാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ചക്കപ്പഴം ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ പഴം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഏത്തപ്പഴം അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം നാട്ടിലൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസണാണ്. അപ്പോൾ ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇത് കുറച്ച് ചക്കപ്പഴത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവരൊക്കെ ചക്കപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കും. ഞാനിത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പാനിൽ നിന്ന് ഇത് മാറ്റിയിട്ടുണ്ട്. ഷെഫുള്ള പറയുന്നത് ഇതിൻ്റെ സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പഞ്ചസാരയും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് ക്യാരമൽ ചെയ്യുന്നതാണ്.
അപ്പം ഞാൻ ഈ പാനിൽ നല്ല ചൂടാണ്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഈ പഴത്തിൻ്റെയൊക്കെ നിറം കുറച്ചും കൂടി അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുത്തു. ഇപ്പോൾ പഞ്ചസാര ക്യാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കാർഡമം പൗഡറും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോക്കനട്ട് മിൽക്കിൽ അരിപ്പൊടി ചേർത്ത് കലക്കിയ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു തിക്ക് ഗ്രേവി ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷെഫുള്ള സ്പെഷ്യൽ പഴം പുതുപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇപ്പം നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് ചക്കപ്പഴവും ഏത്തപ്പഴവും ഒക്കെ. ഇത് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് നമുക്ക് ഇത് വാങ്ങിക്കേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ്. നിസ്സാരമായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. പഴം സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കപ്പഴവും കൂടി ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റും നല്ലൊരു മണവുമാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യം ഷെഫുള്ള സ്പെഷ്യൽ പഴം പുതുപ്പിച്ചത് ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഈ റെസിപ്പി ഒന്ന് അയച്ചു കൊടുക്കാനും നമ്മുടെ ചാനൽ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.